നന്മയുടെ കൈത്താങ്ങുമായി ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പിതാവ് നഷ്ടപ്പെട്ട സഹപാഠിക്ക് ഒരു കിടപ്പാടം എന്ന സ്വപ്ന സാക്ഷാത്കാരവുമായാണ് അവർ മുന്നോട്ടെത്തിയത്. വീടിന്റെ ശിലാസ്ഥാപനം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ PTA-യുടെയും NSS-ന്റെയും സഹകരണത്തോടെ പിതാവ് നഷ്ടപ്പെട്ട +1 വിദ്യാർത്ഥിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഈ വിദ്യാർത്ഥിയുടെ ഒരു സഹോദരി സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച് കിടപ്പിലാണ്. കൂട്ടുകാർ സമ്മാന കൂപ്പൺ വിതരണം ചെയ്ത് ശേഖരിച്ച തുകയുപയോഗിച്ചാണ് കീഴ്മാട്ടിൽ 3.5 സെന്റ് സ്ഥലം വാങ്ങിയത്. പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് വീടിന്റെ ശിലാസ്ഥാപനം നടത്തി. എല്ലാ സ്കൂളിലെയും PTA-മാരും ടീച്ചേഴ്സും ഇതുപോലെ വേദന അനുഭവിക്കുന്നവരുടെ വീടുകൾ സന്ദർശിക്കണം. എല്ലാ സ്റ്റുഡന്റിന്റെയും വീട് എങ്ങനെയാണോ, അവിടെ സാമ്പത്തിക ശേഷി എങ്ങനെയാണോ, അവർ പട്ടിണിയാണോ എന്ന് അറിയേണ്ട കടമ ടീച്ചേഴ്സിന്. PTA പ്രസിഡന്റ് VS സതീശൻ, വാർഡ് മെമ്പർ കൃഷ്ണകുമാർ, കീഴ്മാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ രാജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സിറാജ്, സ്കൂൾ പ്രിൻസിപ്പൽ MG റോസ, എഡ്രാക് ജില്ലാ സെക്രട്ടറി K ജയപ്രകാശ്, ആധാരമെഴുത്ത് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് AK അനിൽകുമാർ, SMC ചെയർമാൻ PB റോണി, മദേഴ്സ് PTA ചെയർപേഴ്സൺ നൌഫിയ അബ്ദുൾ റസാഖ്, ലാബ് അസിസ്റ്റന്റ് സുനിൽകുമാർ, PTA അംഗങ്ങളായ KM ഷിഹാബ്, PO ഉണ്ണി, MM രാജൻ, അബ്ദുൾ റഷീദ്, സെബി, KS സനൂപ, ശ്രീദേവി ശിവദാസ് എന്നിവരും കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തു. വാടക വീട്ടിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനിയും 8 ലക്ഷം രൂപ കൂടി ആവശ്യമായിട്ടുണ്ട്. സുമനസുകൾ സഹായിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഈ നിർധന കുടുംബം. NSS യൂണിറ്റും PTA-യും സ്കൂളിലെ അധ്യാപകരും മറ്റുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വളരെ അർഹതപ്പെട്ട വളരെ അനുയോജ്യമായ ഈ സഹായം ലഭിക്കേണ്ട അനുയോജ്യമായ ഒരാളെ കണ്ടെത്തി ഇത് നടപ്പിലാക്കാൻ തയ്യാറായത്. ന്യൂസ് ബ്യൂറോ, ആലുവ. Nakshatra Gold and Diamonds. Online delivery available all across India.